ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മെയ് മാസത്തിൽ ഫാത്തിമായിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികളുടെ ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് നൽകുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെയേറെ പ്രചോദനം ലഭിച്ചു. എന്തിനാണെന്നോ, സഹനങ്ങൾ എത്ര വന്നാലും അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടും കാഴ്ചവെക്കാനുള്ള ഒരു വലിയ പ്രചോദനം. കാരണം കുഞ്ഞു ജസീന്തയുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ സിസ്റ്റർ ലൂസിയ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവിതം നമുക്കൊന്ന് മാറ്റി എഴുതാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നി. ഈ പാവം കുഞ്ഞ് ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യം എല്ലാവരോടും പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ, നാട് മുഴുവൻ ഇവർക്ക് എതിരാവുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കുകയും ചെയ്തപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു, നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതൊന്നും പറയരുതെന്ന്, നീയല്ലേ ഇതെല്ലാം വരുത്തി വെച്ചതെന്ന്. കണ്ണീരൊഴുക്കിക്കൊണ്ട് ജസീന്ത അവരുടെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇത്ര വിനയാന്വിതമായ മാപ്പപേക്ഷ ആരാണ് അവളെ പഠിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാണ് സിസ്റ്റർ ലൂസിയ പറയുന്നത്. അതുപോലെ ലൂസിയെ അധികാരികൾ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞു ജസീന്തയോട് പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ദർശനങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് വലിയ പുകിലായി മാറി. അവരുടെ അമ്മ അവളെ നിർബന്ധിച്ച് വികാരിയച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് മുട്ടുകുത്തി ഇതെല്ലാം നുണയാണെന്ന് പറയണം നീ, എന്നിട്ട് മാപ്പ് യാചിക്കണമെന്ന്. ഇത് പറയാനായി പോകുമ്പോൾ വഴിയിൽ വെച്ച് ജസീന്തയെ കണ്ടു. അപ്പോൾ ജസീന്തയോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്, നീ പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ അത് കേട്ട ഉടനെ ജസീന്ത കിണറ്റിൻകരയിലേക്ക് ഓടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ കുഞ്ഞു ജസീന്തയുടെ ജീവിതം വായിച്ചാലുണ്ടല്ലോ, സഹനങ്ങളൊക്കെ നമുക്ക് മാധുര്യമുള്ളതായിട്ട് മാറും. എന്തേ ഒരു സഹനം ഇല്ലാത്ത എന്ന് നമ്മൾ അങ്ങോട്ട് ഈശോയോട് ചോദിക്കും. അതുപോലെയാണ് ഈ കൊച്ചു കുഞ്ഞ് സഹനങ്ങളെ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇവരെ കോടതിയുടെ സമക്ഷം ഇവരെ കൊണ്ടുപോയി പരിശോധനയ്ക്ക് നിർത്തുന്നുണ്ട്. ഭരണാധികാരികളുടെ മുന്നിൽ ലൂസിയെ വളരെ കഠിനമായി പരീക്ഷിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലും മറ്റും. പിന്നീട് ഇവരെ 3 പേരെയും ജയിലറയിൽ കിടത്തുകയാണ്. അവിടെ വെച്ച് ജസീന്ത കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. കാരണം അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോയില്ലേ. എന്നിട്ട് ലൂസിയോട് പറയുന്നുണ്ട്, ചേച്ചി അപ്പനും അമ്മയും കാണാൻ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ കരയണ്ട, നമുക്ക് ഇത് പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാമെന്ന് ഫ്രാൻസിസ്കോ. ഉടനടി ജസീന്ത പരിശുദ്ധ പിതാവിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞങ്ങളിത് സമർപ്പിക്കുന്നു എന്ന് കാഴ്ചവെക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവിതം വായിച്ചു കഴിയുമ്പോൾ ഏതൊരു സഹനവും പാപികളുടെ മാനസാന്തരത്തിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ടും ഓരോ നിമിഷവും കാഴ്ചവെക്കുകയാണ്. അതുപോലെ ഇവർ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചേച്ചി ഇന്നലെ എന്തുമാത്രം പരിത്യാഗം കാഴ്ചവെക്കാൻ പറ്റി, നന്നായി സഹനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ പറ്റിയോ, എത്ര ആത്മാക്കളെ നേടി, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സംസാരങ്ങൾ. ജയിലിൽ കഴിയുന്ന സമയത്ത് അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. മാതാവ് നമ്മളോട് 3 നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ, പരിത്യാഗങ്ങൾ ചെയ്യണമെന്നും. നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ നിയോഗം എടുക്കാം. അപ്പോൾ ലൂസി ജസീന്തയോട് ചോദിച്ചു, നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ജസീന്ത പറഞ്ഞു,
ഞാൻ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും സമർപ്പിക്കും. ഞാനിത് മൂന്നും ഇഷ്ടപ്പെടുന്നു എന്ന്. എന്തുമാത്രം സഹനങ്ങളും മാതാവ് പറഞ്ഞ കാര്യങ്ങൾക്കായിട്ട് പരിത്യാഗങ്ങളും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഒരിക്കൽ ഒരു പുണ്യപ്പെട്ട വൈദികൻ ലിസ്ബണിൽ നിന്നും വന്നെത്തി അവരെ ചോദ്യം ചെയ്യാൻ വന്നത്രേ. എന്നിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കഴുതപ്പുറത്താണ് വൈദികൻ യാത്ര ചെയ്തിരുന്നത്. വഴിമധ്യേ അദ്ദേഹം സുഹൃതജപങ്ങൾ ഇവരെ പഠിപ്പിച്ചു അത്രേ. അതിൽ ജസീന്തയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃതജപങ്ങളായിരുന്നു: 1. ഓ എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 2. മറിയത്തിൻ്റെ മാധുര്യമുള്ള ഹൃദയമേ, എൻ്റെ രക്ഷയായിരിക്കണമേ. അതുപോലെ ജസീന്ത പറയുകയാണ്: ഈശോയെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നോ. ആ സുഹൃതജപം ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു എന്ന്. ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ആ കുഞ്ഞു വായിൽ നിന്നും കേൾക്കാം നമുക്ക്. എപ്പോഴും കൊച്ചു കൊച്ചു സഹനങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് നമുക്കൊരു മാതൃകയായി തീർന്ന കുട്ടികളാണ് ഫാത്തിമയിലെ കുട്ടികൾ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജസീന്ത കുറേയധികം മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അവളിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കലൊരു മദ്യപാനി ജസീന്തയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ എപ്പോഴും ഇവരെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ അവൾ മദ്യഷാപ്പിലേക്ക് പോവുകയാണ്. ചീത്ത വചനങ്ങളാൽ ഇവരെ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ജസീന്ത ലൂസിയോട് പറഞ്ഞു, ആ സ്ത്രീയുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് മാതാവിനോട് കേണപേക്ഷിക്കാം, പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കാം. എന്തുമാത്രം പാപകരമായവയാണ് ആ ദുർഭഗ പറയുന്നത്. കുമ്പസാരിച്ചില്ലെങ്കിൽ അവൾ നരകത്തിൽ പോകുമല്ലോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ വിഷമിപ്പിക്കുന്നതും അതുപോലെ തന്നെ അല്ലാത്തതുമായിട്ടുള്ള പാപികളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്കിതിൽ നിന്നും ഒരു പാഠം പഠിക്കാം. ഇവരെ അസഭ്യവാക്കുകൾ പറയുന്ന ആ മദ്യപാനിയായ സ്ത്രീയെ കണ്ടപ്പോൾ ജസീന്ത പറയുകയാണ്, ആ സ്ത്രീയുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്, പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കാമെന്ന്. ഒരിക്കൽ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ആ സ്ത്രീയുടെ വീടിനരികിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ ജസീന്ത പെട്ടെന്ന് ചോദിച്ചു ലൂസിയോട്, നമുക്ക് നാളെയല്ലേ മാതാവിനെ കാണാൻ പോകേണ്ടത്? അതെ എന്ന് പറഞ്ഞു ലൂസി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കളി ഉപേക്ഷിക്കാം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ആ ത്യാഗം സമർപ്പിക്കാം. നമ്മുടെ സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നതും പരിത്യാഗമാണെന്ന്. നമുക്ക് കളി ഇഷ്ടമാണ്, കളിക്കുന്നില്ല. നമുക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ്, കഴിക്കുന്നില്ല. നമുക്ക് സിനിമ കാണുന്ന ആഗ്രഹമുണ്ട്, കാണുന്നില്ല. ഇതെല്ലാം പരിത്യാഗവും പാപികളുടെ മാനസാന്തരത്തിനും കാഴ്ചവെക്കും. എന്നിട്ട് ഈ ജസീന്ത പറഞ്ഞു, നമുക്ക് ഈ ത്യാഗം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം. ആ സമയത്ത് ഈ സ്ത്രീ വീടിൻ്റെ ഉള്ളിൽ ജനലിലൂടെ ഇവർ ചെയ്യുന്നത് കാണുകയായിരുന്നു. ആ നിമിഷം അവർക്ക് മാനസാന്തരം വന്നു, മദ്യപാനം ഉപേക്ഷിച്ചു എന്നാണ് ഇവരുടെ ചരിത്രത്തിൽ നാം വായിക്കുക. അതുപോലെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു, എന്നോട് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കാനാണ് ഓർഡർ. എൻ്റെ ഭാര്യയ്ക്കും വയ്യ, എനിക്ക് 3 കുട്ടികളുമുണ്ട്. പ്രാർത്ഥിക്കണം, ഒന്നുകിൽ ആ കൽപ്പന പിൻവലിക്കപ്പെടണം, അല്ലെങ്കിൽ ഭാര്യയുടെ അസുഖം മാറണം. അപ്പോൾ ജസീന്ത പറഞ്ഞു, ഞങ്ങളോടൊപ്പം വന്ന് കൊന്ത ചെല്ലാൻ. എന്നിട്ട് പറഞ്ഞു, മാതാവ് നല്ലവളാണ്, ആവശ്യപ്പെടുന്ന അനുഗ്രഹം അമ്മ തീർച്ചയായിട്ടും നൽകും. അത് കഴിഞ്ഞ് ജസീന്ത എന്നും ആ പട്ടാളക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്മ നിറഞ്ഞ ജപമാല ചൊല്ലിയതിന് ശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ അയാൾക്ക് വേണ്ടി ചെല്ലും.
കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരൻ ഭാര്യയും മക്കളുമായി നടന്നു വരുന്നു. അയാൾ പറഞ്ഞു, പെട്ടെന്ന് കഠിനമായൊരു ജ്വരം പിടിച്ചതുകൊണ്ട് എന്നെ മിലിട്ടറിയിൽ നിന്നും പുറത്താക്കി എന്ന്. ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലൊരു ദിവസം എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാമെന്നോ. പക്ഷേ നമ്മളത് ഓർക്കുന്നില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയെ നമുക്കെപ്പോഴും ഓർക്കാം. നമ്മുടെ ഹൃദയമാണ് സക്രാരി. ആ സക്രാരിക്കുള്ളിൽ ഇരിക്കുന്നുണ്ട് ഈശോ. നമുക്ക് ഒന്നുകൂടെ ഉയർന്ന് ചിന്തിക്കാൻ ഈ കുഞ്ഞിൻ്റെ ജീവിതം ഉപകാരപ്രദമാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞ് ജസീന്ത ചെയ്ത പരിത്യാഗങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത്ര വലിയ പരിത്യാഗങ്ങളാണ് ചെയ്തിരിക്കുന്നത്. സഹനത്തെ സ്നേഹിച്ചവളാണ് ജസീന്ത. അതുപോലെ നല്ല വെള്ളം ആരെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മലിനജലം കുടിക്കാൻ തക്ക വിശ്വാസവും കരുതലും ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എപ്പോഴും ഇതുപോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ. നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഈശോ, നമ്മെ നോക്കിയിരിക്കുന്ന ഈശോ അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ നോക്കി ദൈവിക ആരാധന നടത്താം. ജസീന്ത പിന്നെ നരകത്തെക്കുറിച്ചുള്ള ചിന്തകളും സംസാരവുമായിരുന്നു. നരകത്തിൽ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് എന്ത് വിഷമമാണെന്നോ എന്നെപ്പോഴും പറയുമായിരുന്നത്രേ. നരകത്തെക്കുറിച്ച് ദർശനമുണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്, ഓ എൻ്റെ ഈശോയെ ഞങ്ങളോട് പൊറുക്കണമേ, നരകാജ്ഞ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എപ്പോഴും ഈ നരകത്തിലെ ആളുകളെ ഓർക്കുമ്പോൾ ജസീന്ത പ്രാർത്ഥിച്ചിരുന്നത്. ജസീന്ത അതുപോലെ പരിശുദ്ധ പിതാവിനെ ദർശനം കാണുന്നുണ്ട്. ഒരു ദിവസം കിണറ്റിൻകരയിലായിരിക്കുമ്പോൾ ജസീന്ത കല്ലിന്മേൽ കയറിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജസീന്ത ചേച്ചിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി പരിശുദ്ധ പിതാവിനെ കണ്ടില്ലേ? ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു ജസീന്ത പറഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പക്ഷേ മാർപ്പാപ്പയെ കണ്ടു. ഒരു കൊട്ടാരത്തിൽ മേശയ്ക്കരികെ മുട്ടുകുത്തി നിൽക്കുന്നു. ശിരസ് കരങ്ങളിൽ താങ്ങിക്കൊണ്ട് അദ്ദേഹം കരയുകയായിരുന്നു. പുറത്ത് ധാരാളം ആളുകൾ. ചിലർ കല്ലെറിയുന്നു, വേറെ ചിലർ പരിശുദ്ധ പിതാവിനെ ശപിക്കുന്നു, അസഭ്യവർഷം ചൊരിയുന്നു. പാവം മാർപ്പാപ്പ, നമ്മൾ പിതാവിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണം എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രോഗികൾക്കൊക്കെ സൗഖ്യം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ജസീന്ത ചോദിച്ചു, രഹസ്യമായി വയ്ക്കാൻ മാതാവ് പറഞ്ഞ വിവരണത്തിലെ പാപ്പയല്ലേ അത്? ലൂസി പറഞ്ഞു, തീർച്ചയായും അത് തന്നെ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം എന്ന് ജസീന്ത ഓർമ്മപ്പെടുത്തുകയാണ്. ഉടനടി അവർ നിലംപറ്റ വീണ് മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എത്രയും പരിശുദ്ധ പരമതൃത്വമേ, ഞാൻ അങ്ങയെ അതിനമ്രതയോടെ ആരാധിക്കുന്നു. അങ്ങയെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കും ദൈവനിന്ദനങ്ങൾക്കും താല്പര്യക്കുറവുകൾക്കും പരിഹാരമായി എല്ലാ സക്രാരികളിലും സന്നിഹിതനായിരിക്കുന്ന ഈശോ മിശിഹായുടെ അനർഘ ശരീരവും രക്തവും ആത്മാവും ദൈവീകത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. എത്രയും പരിശുദ്ധ ഹൃദയത്തിൻ്റെ അനന്തയോഗ്യതകളെയും മാതാവിൻ്റെ വിമല ഹൃദയത്തെയും പ്രതി പാപികളെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ജസീന്ത എഴുന്നേറ്റ് നിന്നു. അതുപോലെ ലോകമഹായുദ്ധം വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ജസീന്ത പറയാണ്, യുദ്ധം വരാൻ പോവുകയല്ലേ, എന്തുമാത്രം പേർ കൊല്ലപ്പെടും, നരകത്തിൽ നിബദിക്കുകയും ചെയ്യും. എത്ര ഭയാനകമാണിത്. ദൈവത്തെ ദ്രോഹിക്കുന്നതിൽ നിന്നും അവർ പിന്തിരിയുകയാണെങ്കിൽ ലോകം മഹായുദ്ധം ഉണ്ടാവുകയില്ല, അവർ നരകത്തിൽ വീഴുകയുമില്ല.
8 വയസ്സുള്ള കുട്ടിയാണ് ഈ പറയുന്നത് എന്നോർക്കണം. എന്നിട്ട് പറയാണ്, ചേച്ചീനെ കുറിച്ച് എനിക്ക് ഭയങ്കര ദുഃഖമാണ്. ഫ്രാൻസിസ്കോയും ഞാനും സ്വർഗത്തിലേക്ക് പോകുമല്ലോ, ചേച്ചി മാത്രം അവശേഷിക്കും. ചേച്ചിയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചെങ്കിലും കുറച്ചു കാലം കൂടി ചേച്ചി ഭൂമിയിൽ വസിക്കണമെന്നാണ് തിരുഹിതം. ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ പേടിക്കരുത് കേട്ടോ, സ്വർഗത്തിലിരുന്ന് ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്. അതുപോലെ ഈ കുഞ്ഞു ജസീന്തയുടെ മധ്യസ്ഥത്താൽ അത്ഭുതങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. വിശുദ്ധയായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ജസീന്ത പല രോഗികൾക്ക് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിക്കൊടുത്തിട്ടുണ്ട്. അതിലൊരു അത്ഭുതകരമായിട്ടുള്ള മാതാവിൻ്റെ ഇടപെടലാണ് അവരുടെ വിത്തോറിയ എന്ന ഒരമ്മായി. ആ അമ്മായിയുടെ മകൻ ഒരു താന്തോന്നിയായിരുന്നു. അവൻ വീട് വിട്ടുപോയി. ആർക്കും അറിയില്ല എവിടെ പോയെന്ന്. അമ്മായി വലിയ ദുഃഖത്തിലായിരുന്നു. എന്നിട്ട് അമ്മായി ലൂസിയെ കാണാനാണ് വന്നത്, മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷേ ലൂസിയെ കാണാഞ്ഞപ്പോൾ ജസീന്തയോടാണ് അവർ കാര്യം പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മകന് വേണ്ടി ദൂരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന്. അങ്ങനെ ജസീന്ത പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു, ധൂർത്തപുത്രൻ തിരിച്ചെത്തുന്നു, മാതാപിതാക്കന്മാരുടെ കാൽക്കൽ വീഴുന്നു. പിന്നീട് പല സംഭവങ്ങളും നടന്നു. പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അവൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പണമെല്ലാം ധൂർത്തടിച്ച് കളഞ്ഞ ശേഷം പല സ്ഥലത്തും അലഞ്ഞു നടന്നു. അത് കഴിഞ്ഞ് അവനെ പോലീസുകാർ പിടികൂടി. ഒരു രാത്രി ജയിലിൽ ചാടി. അങ്ങനെ ദൂരെയുള്ള പർവ്വത നിരകളിലേക്ക് പോയി. അപ്പോൾ അപരിചിതമായ ഇടം, വഴിയറിയില്ല. ആഞ്ഞലർന്നൊരു കൊടുങ്കാറ്റും കൂരിരുട്ടും. പേടിച്ചരണ്ട അവൻ മുട്ടിന്മേൽ വീണ് അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കൂട്ടി. കുറേ കഴിഞ്ഞപ്പോൾ അതാ ജസീന്ത അടുത്ത് നിൽക്കുന്നു. അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ശരിയായ പാതയിലേക്ക് ആനയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നേരെ തന്നെ നടന്നുകൊള്ളാൻ ആംഗ്യം കാണിച്ചു. പ്രഭാതമായപ്പോൾ അവൻ സുപരിചിതമായൊരു വഴിയിലെത്തി. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. അപ്പോൾ ലൂസി ജസീന്തയോട് ചോദിച്ചു, നീ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിരുന്നോ എന്ന്. ഇല്ല, ഞാൻ ഒരിടത്തും പോയില്ലല്ലോ. ജസീന്ത പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് കേണപേക്ഷിച്ചു. ഈ വിത്തോറിയ അമ്മായിയോട് എനിക്ക് വളരെ സഹതാപം തോന്നിയിരുന്നു എന്ന്. ലൂസി പറയാണ്, ഇതെങ്ങനെ സംഭവിച്ചു എനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിന് മാത്രം അറിയാം. പലപ്പോഴും പരിശുദ്ധ അമ്മ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആരാണോ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ആ ആളുടെ രൂപത്തിൽ ചെന്ന് സഹായം എത്തിച്ചു കൊടുക്കും. എല്ലാവരും പറയുമായിരുന്നത്രേ, ഈ ജസീന്തയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ദിവ്യ അനുഭൂതി ഉണ്ടാകുന്നുണ്ട് എന്ന്. അതുപോലെ ജസീന്തയുടെ ഒരു സ്വഭാവമായിരുന്നത്രേ, കുട്ടികളൊക്കെ നല്ലതല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പ്രതികരിക്കും, ശാസിക്കും. എന്നിട്ട് പറയും, അതൊന്നും ചെയ്യരുത്, കർത്താവിന് ഇഷ്ടമല്ല, ഇപ്പോൾ തന്നെ അവിടുത്തെ ധാരാളം പേര് ദ്രോഹിക്കുന്നുണ്ട് എന്ന്. പിന്നീട് ജസീന്തയ്ക്കൊരു ജ്വരപ്പനി ഉണ്ടാവുകയാണ്. കിടക്കേണ്ടതായി വന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോയും കിടപ്പിലായി പെട്ടെന്ന്. രോഗം പിടിപെട്ടതിൻ്റെ തലേനാൾ വൈകുന്നേരം ലൂസിയായോട് പറഞ്ഞു, എനിക്ക് ശക്തിയേറിയ തലവേദനയുണ്ട്, കടുത്ത ദാഹവും, എന്നാലും ഞാൻ വെള്ളം കുടിക്കില്ല, എനിക്ക് പാപികൾക്ക് വേണ്ടി സഹിക്കണം എന്ന്. ലൂസി ജസീന്തയെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ ജസീന്ത പറയൂത്രേ, ആദ്യം ഫ്രാൻസിസ്കോയെ പോയി കാണു ചേച്ചി എന്ന്. എന്നിട്ട് പറയാണ്, ഞാനിവിടെ തനിച്ചിരിക്കുന്നത് ഒരു ത്യാഗമായിട്ട് കാഴ്ചവെക്കും എന്ന്. ഈ കുഞ്ഞിൻ്റെ ജീവിതം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു ദിവസം എന്തുമാത്രം പാപികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ വലിയ സഹനങ്ങളുണ്ട്. ഒരു ദിവസം പ്രഭാതത്തിൽ തൊട്ട് തുടങ്ങി
വൈകുന്നേരം അവസാനിക്കുന്നത് വരെ, അതായത് ബെഡിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെ എന്തുമാത്രം മാനസിക പിരിമുറുക്കങ്ങളും ശാരീരികമായ വേദനകളും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തുമാത്രം ത്യാഗങ്ങൾ നമ്മൾ ഓരോ ദിവസവും സഹിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ വീടുകളിലും നമ്മൾ എന്തുമാത്രം കീഴ്പ്പെടുന്നുണ്ട്. കുടുംബക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ കൂടെ വസിക്കുന്നവർ നമ്മളെ തരം താഴ്ത്തുമ്പോൾ, അതുപോലെ നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, അതുപോലെ തന്നെ കുബുദ്ധിയോടുകൂടെ അവരൊക്കെ താഴണം ഞാൻ ഉയരണം എന്ന മനോഭാവത്തോടുകൂടെ സമൂഹമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒരുപോലെ സഹനങ്ങളുള്ള കാലഘട്ടമാണിത്. അപ്പോൾ ഈ ജസീന്തയെ ഓർത്താൽ, ഈ കുഞ്ഞു മാലാഖയെ ഓർത്താൽ എന്തുമാത്രം പാപികൾക്ക് ഇത് ത്യാഗമായിട്ട് കാഴ്ചവെക്കാമായിരുന്നു. നമ്മളതൊക്കെ മറന്നു പോവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ഈ ചരിത്ര പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം പ്രചോദനം കിട്ടുന്നുണ്ട്. ഓരോ ചെറിയ സഹനങ്ങളും ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും പാപികൾക്ക് വേണ്ടിയും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ പറയണം, കർത്താവേ, ഇത് ഈശോയുടെ സ്നേഹം കൊണ്ടാണ്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, പാപികളുടെ മാനസാന്തരത്തിനാണ് എന്ന്. വയ്യാതെ കിടക്കുമ്പോൾ കുട്ടികൾ കാണാൻ വരും. ലൂസി വരുമ്പോൾ പിന്നാലെ കുട്ടികളും വരും. പക്ഷേ അവർ ഭക്തി പാരവശ്യം മൂലം ജസീന്തയുടെ റൂമിലേക്ക് കടക്കില്ല. അപ്പോൾ ലൂസി പറയും, നിങ്ങൾക്ക് കടക്കണോ ഇങ്ങോട്ട്? വേണം ഞങ്ങൾക്ക് ജസീന്തയുടെ അടുത്ത് നിൽക്കണം. അപ്പോൾ ജസീന്തയോട് ചോദിക്കും, ഈ കുട്ടികളിൽ ചിലരെങ്കിലും നിൻ്റെ അടുത്ത് വന്ന് നിന്നോട്ടെ എന്ന്. ജസീന്ത അപ്പം പറയും, എന്നേക്കാൾ ചെറിയവരെ മതി എന്ന്. അങ്ങനെ അവരുടെ കൂടെ കൊന്ത ചെല്ലും. സുഖമുള്ളപ്പോൾ അവരോടൊപ്പം ഇരുന്ന് കൊന്ത ചൊല്ലി പാപം ചെയ്യരുതെന്നും കർത്താവിനെ വേദനിപ്പിക്കരുതെന്നും ഒക്കെ ഉപദേശിക്കും. ഈ കുട്ടികളിൽ ചിലരൊക്കെ മുഴുവൻ സമയവും ഒരു ദിവസം ഇവളോടൊത്ത് ചെലവഴിക്കുമായിരുന്നത്രേ. കാരണം ജസീന്തയോടൊത്തായിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണെന്നാണ് വൈദികരും സന്യസ്തരും അൽമായരും ഒക്കെ പറയുക. അതുപോലെ ചില മുതിർന്നവർ കുട്ടികളെയും കൊണ്ട് ജസീന്തയുടെ അടുത്തൊന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു വരും. അങ്ങനെ വന്ന് അവർ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ വീട്ടിലെ വിഷമങ്ങളും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ അവിടെ സംസാരിക്കും. ആ പെരുമാറ്റങ്ങൾ ഇവർക്ക് വേദന ഉളവാക്കുന്നതാണ്. പക്ഷേ ജസീന്ത പറയും, കുടുംബ വഴക്കുകളെക്കുറിച്ച് പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്, അത് കർത്താവിന് അനിഷ്ടകരമാണ് എന്ന്. പ്രിയ കൂട്ടുകാരെ, 8 വയസ്സുള്ള കുഞ്ഞിന് ഇത്രമാത്രം അവബോധം ലഭിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം സംസാരത്തിൽ കൂടെ പാപം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മറ്റുള്ളവർ വന്ന് അവരനുഭവിക്കുന്ന ദുഃഖങ്ങളാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ആ ദുഃഖം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള കുറവുകളും കുടുംബ വഴക്കുകളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ജസീന്ത പറയും, ഇതൊന്നും ഇവിടെ പറയരുത് എന്ന്. എല്ലാവരും പറയും, ജസീന്തയുടെ അടുത്തെത്തുമ്പോൾ, ഫ്രാൻസിസ്കോയുടെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദൈവീകത അനുഭവപ്പെടുന്നു എന്ന്. ഒരു ദിവസം ജസീന്തയെ കാണാൻ ചെന്നപ്പോൾ ചിന്തിച്ചിരിക്കുകയാണ് കുഞ്ഞ്. ജസീന്ത, നീ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജസീന്ത പറഞ്ഞു, വരാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ഓർക്കുകയാണ് ചേച്ചി. എത്രയോ പേരാണ് മരണമടയുക, കഷ്ടം. മിക്കവരും നരകത്തെ നിബദിക്കും. വളരെയധികം വീടുകൾ നശിപ്പിക്കപ്പെടും, വൈദികരും കൊല്ലപ്പെടും. നോക്കൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മാതാവ് പറഞ്ഞ ആ പ്രത്യേക അടയാളം കാണപ്പെടുമ്പോൾ ചേച്ചി സ്വർഗത്തിലേക്കൊരു ഓട്ടം കൊടുക്കണം കേട്ടോ എന്ന്. മാതാവ് പറഞ്ഞ പ്രത്യേക അടയാളം കാണപ്പെടുമ്പോൾ ലൂസി ആ അടയാളത്തിന് മുൻപ് തന്നെ സ്വർഗത്തിലേക്ക് എത്തി. ലൂസി അപ്പോൾ പറഞ്ഞു, എത്ര ജസീൻ്റെ ആർക്കും സ്വർഗത്തിലേക്ക് ചാടിക്കയറാൻ കഴിയില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ ജസീന്ത പറയും, അത് ശരിയാണല്ലോ, എന്നാലും ഭയപ്പെടേണ്ട. സ്വർഗത്തിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടിയും പരിശുദ്ധ പിതാവിന് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യുദ്ധത്തിൽ നമ്മുടെ രാജ്യം തകർന്നടിയാതിരിക്കാനും അപേക്ഷിക്കും.
8 വയസ്സുള്ള കുഞ്ഞ് എന്തുമാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞു ജസീന്തയുടെ ആഗ്രഹങ്ങൾ വിചിത്രമാണ് കേട്ടോ. ചിലപ്പോൾ പറയും, ചേച്ചി എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കിടന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ, വിഷമമാണ് എനിക്ക്. വികാരിയച്ഛനെ കാണുമ്പോൾ ചോദിക്കണം കേട്ടോ, എനിക്ക് കിടന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ, അത് ഈശോയ്ക്ക് ഇഷ്ടമാവുമോ എന്തോ. വികാരിയച്ഛൻ പറഞ്ഞു വിട്ടു, കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടമെന്ന്. അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ പൂക്കൾ കൊണ്ട് ലൂസി കൊടുക്കുമ്പോൾ പറയും, ചേച്ചി എനിക്കിനി മാതാവിൻ്റെ ദർശനമുണ്ടായ ഗ്രോട്ടോയിലേക്ക് വരാൻ പറ്റില്ലല്ലോ, സ്ഥലത്തേക്ക്. ലൂസി പറയും, നീ സ്വർഗത്തിലേക്ക് പോവല്ലേ, പിന്നെന്താ. അപ്പോൾ പറയും, ശരിയാണല്ലോ എന്ന്. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. തിരുഹൃദയത്തിൻ്റെ പടം തരുമോ എനിക്ക്? അങ്ങനെ അതിനെ, ആ പടത്തിന് എപ്പോഴും തിരുഹൃദയം മുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ തിരുഹൃദയത്തെയാണ് മുത്തുന്നത്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഹൃദയം. മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പടം കിട്ടിയെങ്കിൽ ചേച്ചിയുടെ കയ്യിലുണ്ടോ? 2 ഹൃദയങ്ങളുടെയും ഒന്നിച്ചുള്ള ചിത്രമാണെങ്കിൽ അത് വിശേഷമാകുമെന്ന്. പ്രിയ കൂട്ടുകാരെ, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് കുഞ്ഞു ജസീന്ത പറഞ്ഞത്. ഇന്ന് നമുക്കറിയാലോ, മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയങ്ങൾ ഒന്നിച്ചിരിക്കുന്ന എത്ര ഫോട്ടോസുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും കുഞ്ഞു ജസീന്ത എങ്ങനെ ചോദിച്ചത് എന്നാണ് നമുക്ക് തോന്നുക. ഒരിക്കൽ അമ്മ ഒരു കപ്പ് പാലുമായിട്ട് വന്നു, മോളെ കുടിക്ക്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല. അപ്പോൾ ലൂസി ചോദിച്ചു, എന്താണ്? രുചി തോന്നുന്നില്ല എന്ന്. അപ്പോൾ ലൂസി പറഞ്ഞു, നീ എന്താണ് അമ്മേനെ അനുസരിക്കാതിരുന്നത്? അത് കഴിച്ചിട്ട് കർത്താവിനെ ത്യാഗം കാഴ്ചവെക്കാമായിരുന്നില്ലേ എന്ന്. ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കഴിച്ച് പാപത്തിൻ്റെ പരിഹാരം ചെയ്യുന്ന ഒരു കുഞ്ഞു മാലാഖ. ലൂസി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനടി പറഞ്ഞു, അയ്യോ, ഞാൻ ആ സഹനം കാഴ്ചവെക്കാനായിട്ട് പറ്റിയില്ലല്ലോ. പിന്നത്തെ പ്രാവശ്യം അമ്മ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് പാല് വേണമെന്ന്, പാല് വേണം. അമ്മ വിചാരിച്ചു, മോൾക്ക് രുചിയൊക്കെ വന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ടാകും എന്ന്. ജസീന്ത അതിനല്ല പാല് വേണമെന്ന് പറഞ്ഞത്. ആ പാല് കുടിക്കുമ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും, ഛർദി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ കൊച്ചു സഹനത്തിൽ കൂടെ പാപികളെ മനസാന്തരപ്പെടുത്താനും അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇത് കാഴ്ചവെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ കുഞ്ഞുകുട്ടി ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറയും, ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും. മരണത്തിന് മുമ്പ് ആശുപത്രിയിലേക്ക് പോയപ്പോൾ ലൂസിയോട് ജസീന്ത പറയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഇനി അധികം നാളുകളില്ല. ചേച്ചി ഭൂമിയിൽ തന്നെ വസിച്ച് മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നിട്ട് പറയാണ്, ആ ദൗത്യത്തിൽ നിന്ന് ചേച്ചി ഓടി ഒളിക്കരുത് എന്ന്. മാതാവിൻ്റെ വിമല ഹൃദയമാണ് ഫാത്തിമയിൽ നമ്മൾ കാണുക. അവസാന ദിവസത്തിൽ മാതാവ് ഒരു ദർശനം കൊടുത്തു. എന്നിട്ട് മാതാവ് പറഞ്ഞു, സ്വർഗത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ പോവുകയാണ്, ഫ്രാൻസിസ്കോയെ പെട്ടെന്ന് കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ജസീന്ത ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയാണ്. പരിശുദ്ധമ്മ ചോദിച്ചു, പാപികളെ മനസ്സ് തിരിക്കാൻ ഇനിയും മോൾക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് പറഞ്ഞു, നീ അടുത്ത ദിവസത്തിൽ തന്നെ ഒരു ആശുപത്രിയിലേക്ക് പോകും, ധാരാളം സഹിക്കാനുണ്ടാകും. ഇതെല്ലാം പാപികളുടെ മനസ്സാന്തരത്തിനും ഈശോയുടെ സ്നേഹത്തെ പ്രതിയും എൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് പരിഹാരമായും സഹിക്കണം. പ്രിയ കൂട്ടുകാരെ, ഓർത്തിരിക്കാൻ നമുക്ക് ഈ സഹനം എങ്ങനെ കാഴ്ചവെക്കണമെന്ന്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കേണ്ടത് എന്നാണ് ജസീന്തയിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. അവസാനത്തെ ദർശനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ജസീന്തയോട് പറഞ്ഞത് എന്താണെന്നോ? പുതിയ സഹനങ്ങളും ത്യാഗങ്ങളും അവളെ കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സഹനങ്ങളും ത്യാഗങ്ങളും കർത്താവ് എടുത്തു വച്ചിരിക്കുക. ആരെങ്കിലും ചുമക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. അങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ടുള്ള സഹനത്തിൻ്റെ പാത്രം നിറയ്ക്കാനായിട്ട്, അതിനായിട്ടാണ് പരിശുദ്ധ അമ്മ
ജസീന്തയുടെ അടുക്കൽ വരുന്നതും സഹനത്തിൻ്റെ പാത്രം നിറയ്ക്കണം, എന്നാലാണ് പാപികൾക്ക് മാനസാന്തരം കിട്ടുകയുള്ളൂ. ജസീന്തയുടെ മരണത്തിൻ്റെ ഒരു പ്രത്യേകത മാതാവിൻ്റെ പടം നെഞ്ചിലമർത്തിക്കൊണ്ട് മരണത്തിൻ്റെ സമയത്ത് ഒരാളും അടുത്തുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് കിടന്ന് മരിക്കേണ്ട വന്നു. കുഞ്ഞു ജസീന്ത അങ്ങനെ ആരും അടുത്തില്ലാതെ ഒരു ദിവസം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഉണ്ടായത്. നമുക്ക് കുഞ്ഞു ജസീന്തയുടെ ജീവിതം മാതൃകയായിട്ടെടുക്കാം. ഓരോ സഹനങ്ങളും നമുക്ക് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പരിശുദ്ധ പിതാവിന് വേണ്ടിയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും കാഴ്ചവെക്കാം. പ്രിയ കൂട്ടുകാരെ, നിങ്ങളീ കാണുന്ന ഫോട്ടോയിലെ കബറിടങ്ങൾ വിശുദ്ധ ജസീന്തയുടെയും സിസ്റ്റർ ലൂസിയയുടെയുമാണ്. ഫാത്തിമയിൽ അവരുടെ കബറിടങ്ങളാണ് ഇത് ഫാത്തിമയിൽ ഞാൻ ഈ ഓഡിയോ ഇടുന്ന ഓരോ സമയത്തും ഒരു ഫ്രണ്ട് അതാത് സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെ എന്തോ ഒരു ക്രമീകരണം ഈശോ നടത്താറുണ്ട്. ഞാൻ ഈ യൂട്യൂബിൽ ആരുടെ വീഡിയോ പറയുന്നു, ഒരു ഗാഡലൂപ്പെ മാതാവിൻ്റെ ആണെങ്കിൽ ആ സഹോദരി അപ്പോൾ അവിടെയായിരിക്കും. ഞാൻ അറിഞ്ഞിട്ടല്ല. ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ സഹോദരി ഫോട്ടോസ് അയച്ചു തന്നു. ജസീന്തയുടെ ആ കബറിടത്തിലായിരുന്നു അവരപ്പോൾ. അങ്ങനെ അവരയച്ചു തന്ന ഫോട്ടോയാണ് ഞാൻ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള വിശുദ്ധ ജസീന്തയുടെ കബറിടത്തിൻ്റെ ഫോട്ടോ അയക്കുന്നത്. നമുക്കും ഈ കുഞ്ഞു മാലാഖയുടെ കബറിടം തൊട്ട് പ്രാർത്ഥിക്കാം. നിൻ്റേതുപോലെ ഏത് കൊച്ചു സഹനവും പാപികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ നിന്നാപമാനങ്ങൾ നടക്കുന്നതിൻ്റെ പരിഹാരമായും കാഴ്ചവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണ്ടി നീയെ വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെയൊരു കുഞ്ഞാകാൻ നമുക്കും കഴിയട്ടെ. ആമേൻ.